ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വിഷ്ണുയോഗയുടെ 23-ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിഷ്ണുയോഗയിലെ ജ്ഞാനത്തിന്റെ തന്നെ 6-ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് വിഷ്ണു ഭഗവാന്റെ പ്രധാനപ്പെട്ട 3 അവതാരങ്ങളും ശ്രീകൃഷ്ണനും ശ്രീയേശുവും തമ്മിലുള്ള 26 സമാനതകളുമാണ്. ആദ്യം നമുക്ക് ശ്രീരാമനെ പറ്റി പഠിക്കാം. വിഷ്ണു ഭഗവാന്റെ മൊത്തം 24 അവതാരത്തിൽ 20-ാമത്തെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. ദശാവതാരത്തിൽ ശ്രീരാമന്റെ അവതാരം 7-ാമത്തേതുമാണ്. ശ്രീരാമനെ അറിയപ്പെടുന്നത് മര്യാദാ പുരുഷോത്തമൻ എന്നാണ്. വിഷ്ണുവിന്റെ അവതാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവതാരമാണ് ശ്രീരാമാവതാരം. എന്നാൽ ശ്രീരാമന് ബാലിയെ ഒളിയം പെയ്ത് കൊന്നതുകൊണ്ടൊരു കളങ്കം പറ്റിയിട്ടുണ്ട്. അതിന് ഒരു ന്യായീകരണവുമുണ്ട്. സ്വന്തം സഹോദരനായ സുഗ്രീവന്റെ ഭാര്യ രുമയെ ബലാത്കാരമായി ഭാര്യ ആക്കിയതാണ് ബാലി ചെയ്ത തെറ്റ്. അതിന് ശ്രീരാമചന്ദ്രൻ ശിക്ഷ കൊടുത്താണ്, ബാലിയെ കൊന്നുകൊണ്ട് ആ ബാലി ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുത്താണ് ശ്രീരാമചന്ദ്രൻ ചെയ്തത്. ശ്രീരാമചന്ദ്രൻ പറയുന്ന ന്യായീകരണം ഇതാണ്: പുത്രി ഭഗിനി സഹോദര ഭാര്യയും മാതാവ് ഒന്നുപോലെയാണ്, ഇവർ എല്ലാം തുല്യമാണ്. അത് ഒരാൾക്ക് തൻ്റെ പുത്രിയും തൻ്റെ സഹോദരിയും സഹോദരൻ്റെ ഭാര്യയും അമ്മയും തുല്യമാണെന്നാണ്, ഇവരെ എല്ലാം മാതാവിന് സമമായി കരുതണമെന്നാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത്. അപ്പം തെറ്റ് ചെയ്തവന് ശിക്ഷ കിട്ടണമല്ലോ. അങ്ങനെ തെറ്റ് ചെയ്ത ബാലിക്ക് ഭഗവാൻ ശിക്ഷ കൊടുത്തേണ്ടത്, നേരിട്ട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഒളിയം പെയ്തുകൊണ്ട് ശിക്ഷ കൊടുത്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്രീരാമചന്ദ്രൻ്റെ 14 കലകളെ കുറിച്ചാണ്. കലകളെന്ന് പറഞ്ഞാൽ ടാലന്റ് അല്ലെങ്കിൽ കഴിവെന്നാണ്. വിഷ്ണു ഭഗവാന് മൊത്തം 16 ടാലന്റുകളാണുള്ളത്. ആ 16 ടാലന്റും കിട്ടിയിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. ശ്രീരാമചന്ദ്രന് 14 ടാലന്റേ കിട്ടിയുള്ളൂ, 14 തരം കലകളെ കിട്ടിയുള്ളൂ. അതെന്താണെന്ന് നോക്കാം. 1 ജ്ഞാനം, 2 വിജ്ഞാനം, 3 ശക്തി, 4 ശീലങ്ങൾ, 5 ശ്രദ്ധ, 6 ഐശ്വര്യം, 7 വീര്യം, 8 യശസ്, 9 സൗന്ദര്യം, 10 വാക്ചാതുരി, 11 കീർത്തി, 12 മനോനിയന്ത്രണം, 13 സദ്ഗുണങ്ങൾ, 14 നേതൃത്വ പാഠവം. എന്നാൽ ശ്രീകൃഷ്ണന് 2 കലകളും കൂടി കൂടുതലുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത് ശ്രീകൃഷ്ണ ഭഗവാൻ പല സാഹചര്യത്തിലും താൻ ദൈവമാണെന്ന് തെളിയിച്ചിരുന്നു. ശ്രീരാമൻ ഒരിക്കൽ പോലും താൻ ദൈവമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അടുത്ത രണ്ടാമത്തെ കല, കൃഷ്ണൻ നൃത്തത്തിലും സംഗീതത്തിലും തൻ്റെ പാഠവും തെളിയിച്ചിരുന്നു. അതിന് ഉദാഹരണമാണ് കാളിയമർദ്ദനം, രാസലീല. അതുപോലെ സംഗീതജ്ഞനായിരുന്നതിൻ്റെ ഉദാഹരണമാണ് എപ്പോഴും അദ്ദേഹം പുല്ലാങ്കുഴൽ അതോ ഓടക്കുഴൽ വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവും ശ്രീകൃഷ്ണനും തമ്മിലുള്ള 26 സമാനതകളാണ്. എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ സമാനത, രണ്ടുപേരുടെയും ജനനം രാത്രി 12 മണിക്കാണ്. രണ്ടുപേരും ദുർഘട സാഹചര്യത്തിലാണ് ജനിച്ചത്. ഒരാൾ കാലിത്തൊഴുത്തിൽ, ഒരാൾ കാരാഗ്രഹത്തിൽ. മൂന്നാമത്തെ, രണ്ടുപേരും ദിവ്യശിശുക്കളായിരുന്നു. അതായത് ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് നേരിട്ട് ജന്മം എടുത്തവരാണ് രണ്ടുപേരും. നാലാമത്തേത്, അവരുടെ കാലഘട്ടത്തിൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ അവരുടെ രാജാക്കന്മാർ ആജ്ഞാപിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ്റെ സമയത്ത് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രീകൃഷ്ണൻ്റെ അമ്മാവനായ കംസ മഹാരാജാവ് ആജ്ഞാപിച്ചിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ 2 വയസ്സ് താഴെയുള്ള കുട്ടികളെ കൊല്ലാൻ അന്നത്തെ രാജാവായിരുന്ന ഹെറോദോ രാജാവും ആജ്ഞാപിച്ചിരുന്നു. അഞ്ചാമത്തെ, യശോദ എന്ന നാമം രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. യശോദ ശ്രീകൃഷ്ണൻ്റെ വളർത്തമ്മയാണ്. യശോദ എന്ന പേര് നമുക്ക് ചുരുക്കിയാൽ യേശു എന്നാക്കാം. യേശു ആണ് ക്രിസ്തുവിൻ്റെ പേര്. അപ്പം യശോദയുടെ പുത്രനായ ശ്രീകൃഷ്ണൻ തന്നെയാണ് ക്രിസ്തുവായി പുനർജനിച്ചതെന്ന് നമുക്കിതിൽ നിന്ന് നിസ്സംശയം പറയാം. അപ്പം രണ്ടുപേരും യേശു എന്ന നാമം അല്ലെ യശോദ എന്ന നാമമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. യേശുബായി എന്നാണ് ശിവാജി മഹാരാജാവിൻ്റെ ഭാര്യയുടെ പേര്. അപ്പോൾ അതൊരു സനാതന നാമം തന്നെയാണ് യേശു എന്ന വാക്ക്. അപ്പോൾ യശോദയിൽ നിന്നുണ്ടായ ഒരു വാക്കാണ് യേശു. യശോദയുടെ പുത്രനായ ശ്രീകൃഷ്ണൻ തന്നെയാണ് യേശു ക്രിസ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആറാമത്തേത്, കർമ്മയോഗികളായിരുന്നു. രണ്ടുപേരും കർമ്മയോഗികളായിരുന്നു. അവർക്ക് അവരുടെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധയും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ ഒരു കാലിച്ചെറുക്കനായിട്ട് 12 വയസ്സ് വരെയും യേശുക്രിസ്തു ആശാരി ചെറുക്കനായിട്ടും ജീവിച്ചിരുന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അടുത്ത ഏഴാമത്തേത്, രണ്ടുപേർക്കും കന്നുകാലികളുമായിട്ട് ബന്ധമുണ്ട്. ഒരാൾ കാലിത്തൊഴുത്തിൽ ജനിച്ചു, മറ്റൊരാൾ കാലിയെ മേയിച്ചു ജീവിതം നയിച്ചു. എട്ടാമത്തേത്, രണ്ടുപേരും സനാതന മൂല്യമായ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപമാണ് പ്രേമം. യേശുക്രിസ്തു തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ തൻ്റെ സമൂഹത്തോട് പറഞ്ഞു. ശ്രീകൃഷ്ണൻ സ്വയം ഗോപികമാരെയും അമ്പാടിയിലുള്ള, അതായത് ഗോകുലത്തിലുള്ള സകല ആൾക്കാരെയും തന്നെ പോലെ കരുതി സ്നേഹിച്ചിരുന്നു. അതുപോലെ അടുത്തത് ഒമ്പതാമത്തെ, രണ്ടുപേരും ത്രിമൂർത്തി സങ്കല്പത്തിൽ ആരാധന നടത്തിയിരുന്നു. ശ്രീകൃഷ്ണന് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വിശ്വസിച്ചിരുന്നു. യേശുക്രിസ്തു പിതാപുത്ര പരിശുദ്ധാത്മാവ് എന്ന ദൈവസങ്കല്പത്തിനും വിശ്വസിച്ചിരുന്നു. അതിനെ ത്രിയേക ദൈവമായിട്ട് കരുതി ആരാധിക്കുകയും ചെയ്തിരുന്നു.
10-ാമത്തേത് 2 പേരും സത്യവാദികളായിരുന്നു. 11 2 പേരും ധർമ്മവാദികളാണ്. ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതായിരുന്നു 2 പേരും ലക്ഷ്യം. 12-ാമത്തെ അഹിംസാവാദികളായിരുന്നു. അകാരണമായി ഒരു ജീവിയും കൊല്ലരുത് 2 പേരും പഠിപ്പിച്ചു. 13-ാമത്തെ സനാതന മൂല്യങ്ങളായ സഹനം, ക്ഷമ, ത്യാഗം, ദാനം, ഭൂതദയ, സാഹോദര്യം, കാരുണ്യം ഇവയെല്ലാം ഇവർ പാലിച്ചിരുന്നു. ഇതവർ സമൂഹത്തിന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. 14-ാമത്തെ 2 പേരും ജ്ഞാനികളായിരുന്നു. 15-ാമത്തെ 2 പേരും ശ്രദ്ധയും കൃത്യനിഷ്ഠയും ഉള്ളവരായിരുന്നു. 16-ാമത്തെ 2 പേരും സൗന്ദര്യവും യശസ് എന്നിവയുള്ളവരായിരുന്നു. 17-ാമത്തെ 2 പേരും കീർത്തി കേട്ടവരായിരുന്നു, അല്ലെ കീർത്തി ഉള്ളവരായിരുന്നു. 18-ാമത്തെ മനോനിയന്ത്രണം, നേതൃത്വ പാഠം എന്നീ കഴിവുള്ളവരായിരുന്നു. 19-ാമത്തെ 2 പേർക്കും സ്ത്രീ ആരാധകർ ധാരാളം ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ ഗോപികമാരും ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അദ്ദേഹത്തിന് കന്യാസ്ത്രീകളായ മണവാട്ടികളും ഇന്നും ഉണ്ട്. അപ്പോൾ 2 പേർക്കും സ്ത്രീ ആരാധകർ ധാരാളമുണ്ട്. ഒരാൾക്ക് ഗോപികമാർ, മറ്റൊരാൾക്ക് കന്യാസ്ത്രീകളായ ക്രിസ്തുവിന്റെ മണവാട്ടിമാരും. 20-ാമത്തെ 2 പേര് യോഗികളായിരുന്നു. എന്നാൽ അവർ ദുഷ്ടനിഗ്രഹത്തിനായി ആയുധം കയ്യിലെടുത്തിട്ടുണ്ട്. യേശുക്രിസ്തു അന്നത്തെ കാലത്ത് ദേവാലയത്തിൽ അധർമ്മവും അഴിമതിയും ഒക്കെ നടത്തിയ പുരോഹിതന്മാരുടെ നേരെ ചാട്ടവാറെടുത്ത് അടിക്കുകയും ശ്രീകൃഷ്ണനെ പല അസുരന്മാരെയും സുദർശന ചക്രം ഉപയോഗിച്ച് നിഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ 21 2 പേരും പരാശക്തി അഥവാ മാതാവിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ക്രിസ്തുമതത്തിൽ പിതാവിനെ പോലെ മാതാവിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അവിടെ യാതൊരു അസമത്വവുമില്ല. മാതാവും പിതാവും ഒരുപോലെ ക്രിസ്തുമതത്തിലും അതുപോലെ സനാതന ധർമ്മത്തിലും ആരാധിക്കപ്പെടുന്നുണ്ട്. 22 അത്ഭുതങ്ങൾ, രോഗശാന്തി ഇവർ 2 പേരും കാണിച്ചിരുന്നു. 23 2 പേർക്കും ഗുരുക്കന്മാരുണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ ഗുരു സാന്ദീപനി മഹർഷിയും യേശുക്രിസ്തുവിന്റെ ഗുരു സ്നാപക യോഹന്നാനുമായിരുന്നു. 24 2 പേരും ദൈവമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണന് കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് വിശ്വരൂപം കാണിക്കുകയും അതുപോലെ യേശുക്രിസ്തു ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നെ സ്വീകരിച്ചവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 25 2 പേരും ഗുരുക്കന്മാരായിരുന്നു. ഇവർക്ക് ഗുരുക്കന്മാരുണ്ടായിരുന്നില്ല. പിന്നീട് ഇവർ ജ്ഞാനമൊക്കെ ലഭിച്ചതിന് ശേഷം ഇവർ സ്വയം ഗുരുക്കന്മാരാകുകയും ലോകത്തിന് ജ്ഞാനോപദേശം കൊടുക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണന്റെ ജ്ഞാനോപദേശമാണ് ഭഗവത്ഗീത. യേശുക്രിസ്തുവിന്റെ ജ്ഞാനോപദേശമാണ് ബൈബിളിലെ പുതിയ നിയമം. 26 2 പേരും അവസാനം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് 26 സമാനതകൾ. ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പറയാം ശ്രീകൃഷ്ണന്റെ പുനർജന്മം തന്നെയാണ് യേശുക്രിസ്തു എന്നും. അതുപോലെ യേശുക്രിസ്തു വിഷ്ണു ഭഗവാന്റെ 23-ാമത്തെ അവതാരമെന്ന് നിസ്സംശയം പറയാം. ഭാഗവത്തില് അതായത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 23-ാമത്തെ അവതാരം ബുദ്ധനാണെന്നാണ് പറയുന്നത്. ഭാഗവത്തില് ഭഗവാന്റെ 23-ാമത്തെ അവതാരം ശ്രീബുദ്ധനാണെന്നാണ് പറയുന്നത്. അത് നമ്മൾ കരുതുന്ന ഗൗതമ ബുദ്ധനല്ല. കാരണം ഗൗതമ ബുദ്ധൻ ഒരു സനാതനി ആയിരുന്നില്ല, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അതുപോലെ ആത്മാവ്, പുനർജന്മം, ദൈവം, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ഇവയിലൊന്നും വിശ്വസിച്ചിരുന്ന ആളല്ല ശ്രീബുദ്ധന്. അതിനാൽ അദ്ദേഹത്തിനെ നമുക്ക് ധർമ്മത്തിലുള്ള ഒരു സനാതനിയായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. അദ്ദേഹം ഒരു ആന്റി സനാതനി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയായിരുന്നില്ല. സനാതനധർമ്മം പൂർണ്ണമായി അദ്ദേഹം അംഗീകരിച്ചു. അതുപോലെ സനാതന ദൈവ സങ്കല്പങ്ങളായി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ അദ്ദേഹം പിതാപുത്ര പരിശുദ്ധാത്മാവായി കണക്കാക്കിയിരുന്നു. അത് 3 കൂടെ ചേർത്ത് ത്രിയേക ദൈവം എന്ന ഈശ്വര തത്വത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ എല്ലാ കാരണം കൊണ്ടും നമുക്ക് പറയാം യേശുക്രിസ്തു വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്നും അദ്ദേഹം ശ്രീകൃഷ്ണന്റെ പുനർജന്മമായിരുന്നുവെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ലോകം മൊത്തം ഈ സന്ദേശം എത്തണം. ഇത് ലോകമല്ല ഈ സത്യം അറിഞ്ഞേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീരാമനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ അവതാരത്തിലേറ്റ ഒരു കളങ്കത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ അദ്ദേഹത്തിൻ്റെ 14 കലകളെക്കുറിച്ച് പഠിച്ചു. പിന്നെ ശ്രീകൃഷ്ണനും ശ്രീയേശുവും തമ്മിലുള്ള 26 സമാനതകൾ പഠിച്ചു. ശ്രീയേശു വിഷ്ണു ഭഗവാന്റെ 23-ാമത്തെ അവതാരമാണെന്ന് നിസ്സംശയം പറയാമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ പാഠം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് വിശ്വഗുരു വിഷ്ണു ഭഗവാൻ, ജയ് വിശ്വമാത വസുന്ധരാദേവി.